ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം. +2 സോഷ്യോളജിയുടെ സെക്കൻഡ് ടേം റിവിഷനാണ്. ചാപ്റ്റർ 8 സ്ട്രക്ചറൽ ചേഞ്ച്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണിത്. ഇതിൽ നിന്ന് പല ക്വസ്റ്റ്യൻസ്, ഏകദേശം ഒരു 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത് പല വൺ വേർഡ് ആയിട്ടും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും അതുപോലെ തന്നെ ഷോർട്ട് എസ്സേ ആയിട്ടും ലോങ് എസ്സേ ആയിട്ടും ഒക്കെ പല ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ റിവിഷനിൽ ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മോഡേൺ ഐഡിയാസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ റീച്ച്ഡ് ഇന്ത്യ ത്രൂ കൊളോണിയലിസം. അപ്പോൾ അത് കോളനി വാഴ്ചയിലൂടെ നമ്മുടെ ഭാരതത്തിലേക്ക് എത്തിയ മോഡേൺ ആശയങ്ങൾ എന്തെല്ലാം, സ്ഥാപനങ്ങൾ എന്തെല്ലാം എന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ധാരാളം ആധുനിക ആശയങ്ങൾ, സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ക്യാപിറ്റലിസം, മോഡേൺ ചിന്തകൾ, ഇൻഡസ്ട്രിയലൈസേഷൻ എന്നല്ല. അപ്പോൾ നമ്മളതിൽ കറക്റ്റ് പോയിൻ്റായിട്ട് കൊടുക്കേണ്ടത് കൊളോണിയലിസം എന്താണ് എന്നുള്ളത് കൊടുക്കണം. സിംപ്ലി മീൻസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് റൂൾ ബൈ വൺ കൺട്രി ഓവർ അനദർ. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ സ്ഥാപിക്കുന്ന ഭരണത്തെയാണ് നമ്മൾ കോളനി വാഴ്ച അല്ലെങ്കിൽ കൊളോണിയലിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. അതെല്ലാം നമുക്കറിയാവുന്നതാണ്. പിന്നെ അതിലൂടെ നമുക്ക് വന്ന മോഡേൺ ഐഡിയാസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അവർ സോഷ്യൽ റിഫോം ആൻഡ് നാഷണൽ മൂവ്മെൻറ്റ്സ്. അതിലൊരു ആശയം എന്ന് പറയുന്നത് നമുക്ക് റിഫോം മൂവ്മെൻറ്റ്സ് ആണ്, പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. രാജാ റാംമോഹൻ റായ് പോലുള്ള സോഷ്യൽ റിഫോമേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് അവരുടെ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ സഹായിച്ച ഒരു സാഹചര്യമാണ് ബ്രിട്ടീഷ് ഭരണം. അതുപോലെ തന്നെ ദേശീയ പ്രസ്ഥാനം അതുണ്ടാകാൻ തന്നെ കാരണം ബ്രിട്ടീഷുകാരാണ്. അവർ ലോസ്, ഇപ്പം നമ്മൾ കാണുന്ന നിയമങ്ങൾ, അതുപോലെ നമ്മളുടെ രാഷ്ട്രീയ ജീവിതം, ഡെമോക്രസി, അല്ലെങ്കിൽ അതേപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന, നമ്മുടെ വ്യവസായം, ഇന്ന് കാണുന്ന അഗ്രികൾച്ചറൽ രീതികൾ, നമ്മുടെ സിറ്റികൾ, ഗ്രാമങ്ങൾ, ഇതെല്ലാം ഷെയ്പ്പ് ചെയ്തത്, രൂപം കൊണ്ടത്, ഇന്നത്തെ രീതിയിൽ കാണുന്നത് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൽ കൂടെ തന്നെയാണ്, കോളനി വാഴ്ചയിലൂടെയാണ്. ഇതിനു മുമ്പുള്ള ഗ്രാമീണ ജീവിതങ്ങൾ, നഗരങ്ങൾ, ഇതൊക്കെ വ്യത്യസ്തമായിരുന്നു. നമ്മളുടെ ഭരണം ഇവിടെ രാജഭരണമായിരുന്നു, ഡെമോക്രസി ആയിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ വന്ന ആശയപരമായ മാറ്റങ്ങളാണ്. ഇനി വ്യവസായ സെക്ടർ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ മാറ്റങ്ങളുണ്ടാക്കി. ഈ ചാപ്റ്റർ തന്നെ സ്ട്രക്ചറിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്, ഘടനാപരമായ മാറ്റങ്ങളെക്കുറിച്ചാണ്, സാംസ്കാരിക മാറ്റങ്ങളെയല്ല. സാംസ്കാരിക മാറ്റം നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇൻഡസ്ട്രിയൽ സെക്ടർ, ബ്രിട്ടീഷ് ചേഞ്ച് ദ മോഡ് ഓഫ് പ്രൊഡക്ഷൻ രീതികളൊക്കെ മാറ്റി. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്, അതെങ്ങനെയാണ് നമ്മൾ ഉൽപ്പാദന രംഗത്തും വിതരണ രംഗത്തും നമ്മൾ നടത്തിയിരുന്ന രീതികളെല്ലാം മാറ്റം കൊണ്ടുവന്നു. ഉൽപ്പാദന രംഗം നമുക്കറിയാം, കൈത്തറി വ്യവസായം, അതുപോലെ തന്നെ കോട്ടേജ് ഇൻഡസ്ട്രീസൊക്കെ ആയിരുന്നു നമുക്കിവിടെ വ്യവസായമായിട്ടുണ്ടായിരുന്നത്. അതെല്ലാം കൈകൊണ്ട് ചെയ്യുന്നതാണ്, മെഷീൻ്റെ സഹായത്തോടെ ചെയ്യുന്നതല്ല. അതിന് നമ്മളെ സഹായിച്ചത് ഇൻഡസ്ട്രിയലൈസേഷനാണ്, വ്യവസായവൽക്കരണമാണ്. അപ്പോൾ വ്യവസായവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം. അതായത് നമ്മൾ മോഡേൺ എക്യുപ്മെൻറ്റ്സ് കൊണ്ട്, നമ്മൾ യന്ത്രങ്ങളുടെ സഹായത്താൽ വ്യവസായത്തെ കൊണ്ടുപോകുന്നതിനെയാണ് വ്യവസായവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ വ്യവസായ രംഗത്ത് ഘടനാപരമായ നിരവധി മാറ്റങ്ങൾ വരുത്തി എന്ന് പറയുമ്പോൾ എന്തിലൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയത്? ബ്രിട്ടീഷ് ചേഞ്ച് ദ മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗൂഡ്സ്. അപ്പോൾ ഇത് പറയണം. ഇനി നമ്മൾ 4 പോയിൻറ്റ്സാണ് ഇവിടെ പറയേണ്ടത്. കൊളോണിയലിസം ബ്രോട്ട് ഇൻ ടു ബീയിങ് എ ന്യൂ പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ സ്ട്രക്ചറൽ ചേഞ്ചസ്. രാഷ്ട്രീയപരമായ മാറ്റം കൊണ്ടുവന്നു, സാമ്പത്തികപരമായ മാറ്റം കൊണ്ടുവന്നു, സാമൂഹ്യ ഘടനയിൽ മാറ്റം കൊണ്ടുവന്നു. ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ മെയിൻ പോയിൻ്റ് മുതലാളിത്തം, ക്യാപിറ്റലിസം. രണ്ടാമത്തത് വ്യവസായവൽക്കരണം, അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ.
മൂന്നാമത്തത് ഡി ഇൻഡസ്ട്രിയലൈസേഷൻ, അതായത് വ്യവസായ മേഖലകളുടെ തകർച്ച. ഭാരതത്തിൽ അതാണ് ഉണ്ടായത്. കാരണം ബ്രിട്ടീഷ് രീതിയിലുള്ള വ്യവസായവൽക്കരണം വന്നപ്പോൾ ഇന്ത്യയിലെ വ്യവസായങ്ങൾ തകർന്നു. അവരെല്ലാം കൈത്തറി നെയ്ത്ത് ശാലകളൊക്കെ അടച്ചുപൂട്ടി അവരെല്ലാം നഗരങ്ങൾ ഉപേക്ഷിച്ച് ഗ്രാമങ്ങളിലേക്ക് പോകേണ്ടി വന്നു. ഇനി ഏർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില തരിശായി കിടക്കുന്ന പ്രദേശങ്ങളിൽ തുറമുഖങ്ങൾ വന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കയറ്റുമതി ഇറക്കുമതി കപ്പൽശാലകൾ വന്നതോടെ അതിലൂടെയായി അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നഗരങ്ങളായിട്ട് വന്നു. ആ നഗരത്തിലേക്ക് ഗ്രാമത്തിലുള്ള ആളുകൾ തൊഴിൽ തേടി. അതായത് ജന്മിമാരുടെ കീഴിൽ വളരെയധികം പീഡനങ്ങൾ സഹിച്ച് കിടക്കുന്ന ആളുകളെല്ലാം ഓടി രക്ഷപ്പെട്ട് വ്യവസായശാലകളിലൊക്കെ ജോലി തേടി. അവർക്ക് അടുത്ത് പാർപ്പിടങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ട് അവർ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ഷീറ്റൊക്കെ വലിച്ചു കെട്ടി ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെയാണ് നഗരവൽക്കരണം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നഗരത്തിലേക്ക് ആളുകളുടെ കുടിയേറ്റം. ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ദ ബ്രിട്ടീഷ് ചേഞ്ച് ദ മോഡ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം ജസ്റ്റ് ഒരു കൺക്ലൂഷനായിട്ട് അത് ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ ബ്രിട്ടീഷ് കൊളോണിയലിസം വാസ് ബേസ്ഡ് ഓൺ ദ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം എന്താണ് എന്നുള്ളതാണ് അടുത്ത പോയിന്റിൽ പറയുന്നത്. അതായത് മുതലാളിത്ത വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരുന്നു. ഇപ്പോൾ മുതലാളിത്തം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. മുതലാളിത്തം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസം ഈസ് ആൻ എക്കണോമിക് സിസ്റ്റമാണ്, അതൊരു സാമ്പത്തിക സമ്പ്രദായമാണ്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽ, സ്വകാര്യ വ്യക്തികൾ. അപ്പോൾ സ്വകാര്യ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ പണമുള്ള ഏത് വ്യക്തിക്കും. അപ്പോൾ ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരാണ്. അവർ പണമുള്ളവർ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആളുകൾ ചേർന്നിട്ട്, ഒരു ഓർഗനൈസേഷൻ ചേർന്നിട്ട് എന്ത് ചെയ്യാം, ഓൺ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അവരൊരു മെഷീനും അത് ഉൽപ്പാദനം, ഒരു ഫാക്ടറി നിർമ്മിക്കാനുള്ള പണം അവരുണ്ടാക്കുന്നു. ആ പണം അവരുപയോഗിച്ച് അവർ ഉൽപ്പാദന മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, ബിൽഡിങ്ങും അതിലുള്ള എല്ലാ കാര്യങ്ങളും മെഷീൻസ് എല്ലാം അവരുണ്ടാക്കി അവരാണ് അതിൻ്റെ ഉടമയായി മാറുന്നത്. അവിടെ തൊഴിലാളികളെ അവർ ഹയർ ചെയ്യാനാണ് ചെയ്യുന്നത്. ഒരു കൂലി പറഞ്ഞിട്ട് നിങ്ങൾ വന്ന് പണിയെടുക്കണം, അതനുസരിച്ച് അവർ പ്രൈസസ് ഒക്കെ തീരുമാനിക്കുകയാണ്, ഡിസൈഡ് ചെയ്യുകയാണ്. ആൻഡ് ദ മാർക്കറ്റ് ഡിറ്റർമിൻ പ്രൈസസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്. എന്നിട്ട് അവർ തന്നെയാണ് പ്രൊഡക്ഷൻ ഉൽപ്പാദനം നടത്തുന്നത്, അതിനുള്ള പണം ഇടുന്നത്, മൂലധനം ഇടുന്നത്, ക്യാപിറ്റൽ. അതുകൊണ്ടാണ് അവരെ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്, മൂലധനം ഇറക്കുന്നവരെ. അപ്പോൾ അതുകൊണ്ട് അവരാണ് വില നിശ്ചയിക്കുന്നത്, അവരാണ് എത്രമാത്രം പ്രൊഡക്ഷൻ വേണമെന്നും എങ്ങോട്ടൊക്കെ അത് കയറ്റുമതി ചെയ്യണം എന്ന് ഒക്കെ തീരുമാനിക്കുന്നത്. ഇനി ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ കുറച്ചധികം ഉണ്ട്, എങ്കിലും ഞാനൊരു 3 എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്ന് പ്രൈവറ്റ് ഓണർഷിപ്പാണ്. അവർ സ്വന്തമാക്കുന്നു. ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ ഓൺ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച്. സ്വകാര്യ ഉടമസ്ഥ അവകാശം. ഗവൺമെൻറ്റിന് യാതൊരു അധികാരവും ഇല്ല. അവിടെ ഭരിക്കുന്ന ഗവൺമെൻറ് ഏതാണെങ്കിലും അതിൽ ഇടപെടാനുള്ള അധികാരമില്ല. സ്വകാര്യ വ്യക്തികളാണ് അതെല്ലാം ചെയ്യുന്നത്. അതിൻ്റെ വിതരണവും വിനിമയവും രീതികളൊക്കെ നിശ്ചയിക്കുന്നത്. അതുപോലെ ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ മുതലാളികൾക്ക് സോഷ്യൽ സർവീസ് ഒന്നുമല്ല, അവർക്ക് പണമുണ്ടാക്കുക, പ്രോഫിറ്റ് മോട്ടീവാണ്. അപ്പോൾ അതുകൊണ്ട് എത്രയും കൂടുതൽ ചൂഷണം ചെയ്ത് തൊഴിലാളികളെ കൊണ്ട് കുറേ ടൈം പണിയെടുപ്പിച്ച് കുറഞ്ഞ വേതനം കൊടുത്ത് അവരിൽ നിന്ന് അധ്വാനം, അതിൻ്റെ പണം ഇവർ പ്രോഫിറ്റായിട്ട് എടുക്കുന്നു. അപ്പോൾ പ്രൈമറി മോട്ടിവേഷൻ ഈസ് ടു മേക്ക് എ പ്രോഫിറ്റ്. ഇനി മറ്റൊന്ന് മാർക്കറ്റിൽ കോമ്പറ്റീഷനാണ്. അപ്പോൾ ഇവർ ഉൽപ്പാദനം നടത്തുന്ന വ്യവസായ മേഖല മറ്റു വ്യവസായ മേഖലയുമായിട്ട് മത്സരത്തിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മാർക്കറ്റ് കോമ്പറ്റീഷൻ എന്നുള്ളത് ക്യാപിറ്റലിസത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫേംസ് ആർ ഫ്രീ ടു എൻറ്റർ ആൻഡ് എക്സിറ്റ് മാർക്കറ്റ്. അപ്പോൾ ഫേംസിന് കമ്പോളത്തിൽ പ്രവേശിക്കാനും പുറത്ത് കടക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. അത് ചെയ്യുമ്പോൾ നാച്ചുറലി നമുക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തുന്നു. അതുകൊണ്ടാണ് സാമൂഹ്യക്ഷേമം എന്ന് പറയുന്നത്. കാരണം പണമുള്ളവൻ അത് വാങ്ങാൻ പറ്റുന്നു. ദ ബ്രിട്ടീഷ് ക്യാപിറ്റൽ സിസ്റ്റം ഡയറക്റ്റ്ലി ഇൻ്റർഫിയർഡ് ഇൻ ദ എക്കണോമിക് ബേസ് ഓഫ് ദ കൺട്രി. അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ ബ്രിട്ടീഷ് ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ
എക്കണോമിക് നമ്മുടെ ഭാരതത്തിൻ്റെ എക്കണോമിക് സിസ്റ്റത്തെ തകരാറിലാക്കി. കാരണം ഇവരിവിടെ വ്യവസായം തുടങ്ങിയിട്ട് ഇതിൻ്റെ പ്രോഫിറ്റ് മുഴുവൻ ഇവരുടെ രാജ്യത്തേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മൾക്കിവിടെ നമ്മുടെ രാജ്യത്തിനെ വെൽഫെയറിന് വേണ്ടിയൊന്നും അവർ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെ ഒരു രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് പണം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ള വ്യവസായങ്ങൾ മുഴുവൻ തകർത്തിട്ടാണ് ഇവർ ബ്രിട്ടീഷ് ക്യാപിറ്റലിസം ആരംഭിച്ചത്. അപ്പോൾ ഇനി അടുത്തത് വ്യവസായവൽക്കരണമാണ്. വ്യവസായവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രദേശത്ത് ഫാക്ടറികളൊക്കെ ആരംഭിച്ചു. ആ പ്രദേശമൊക്കെ വ്യവസായ മേഖലകളായി മാറി. അപ്പോൾ ഇൻ ദ 19th century ഇൻഡോ യൂറോപ്യൻ ഫേംസ് ബേസ്ഡ് ഇൻ ബോംബെ, കൽക്കട്ട, മദ്രാസ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് ബ്രിട്ടീഷുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നത്. അപ്പോൾ ഇവർ എക്സ്പോർട്ട് ചെയ്തിരുന്നത്, കയറ്റുമതി ചെയ്തിരുന്നത് കോട്ടൺ, വീറ്റ്, ഇൻഡിക്കോ, റൈസ് ആൻഡ് ഓപ്പിയം ദാറ്റ് കെയിം ഫ്രം ദ ഇൻറ്റീരിയർ പ്ലെയിൻസ് ആൻഡ് അപ്ലാൻഡ്സ്. അപ്പോൾ കോട്ടൺ, ഗോതമ്പ്, അരി, ഇൻഡിക്കോ ഒക്കെ ഇവർ നമ്മുടെ പല സ്ഥലങ്ങളിൽ നിന്നും കളക്ട് ചെയ്തിട്ട് അവർ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു കാശുണ്ടാക്കി. അപ്പോൾ ചീപ്പ് റോ മെറ്റീരിയൽ അവർക്ക് കിട്ടുന്നത് നമ്മളുടെ രാജ്യത്തുനിന്ന് തന്നെയാണ്. അപ്പോൾ അതെല്ലാം വിദേശ രാജ്യത്തേക്ക് അവർ കയറ്റുമതി ചെയ്യുന്നു. അതിൽ നിന്ന് അവർ പൈസ ഉണ്ടാക്കുന്നു. വെൻ ബ്രിട്ടീഷ് എക്സ്പീരിയൻസ്ഡ് ആൻ ഇൻഡസ്ട്രിയൽ ബൂം, അതായത് ബ്രിട്ടീഷുകാർക്ക് വ്യവസായ രംഗത്ത് വലിയൊരു കുതിപ്പുണ്ടായി. എക്സ്പോർട്ട് ഓഫ് കോട്ടൺ ആൻഡ് സിൽക്ക് ഇന്ത്യ ഡിക്ലൈൻ ഡ്യൂ ടു സ്റ്റിഫ് കോമ്പറ്റീഷൻ ഫ്രം മാഞ്ചസ്റ്റർ. അതായത് ബ്രിട്ടീഷിൽ വ്യവസായവൽക്കരണം വന്നപ്പോൾ അവിടെയുള്ള നല്ല ഫൈൻ പ്രൊഡക്ട്സ് അതെല്ലാ രാജ്യങ്ങളിലേക്കും അവർ കയറ്റുമതി ചെയ്യുന്നതോടൊപ്പം ഇന്ത്യയിലേക്കും കൊണ്ടുവരികയാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള പ്രൊഡക്ട്സ് ആരും വാങ്ങിക്കാതെ, അപ്പോൾ ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽ ശേഖരിച്ചിട്ടാണ് അവർ ഓരോ ഫാക്ടറികളിൽ അത് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് പട്ടുവസ്ത്രത്തോട് പിടിച്ചു നിൽക്കാൻ ഇന്ത്യൻ വിപണിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ഇന്ത്യൻ വിപണിയിൽ നിന്ന് അത് ഒരു മാർക്കറ്റ് കാണാൻ സാധിച്ചില്ല. അപ്പോൾ ആർക്കും അത് ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചീപ്പ് റോ മെറ്റീരിയൽസ് വിവിധ രാജ്യത്തേക്ക് കയറ്റുമതി അയച്ചിട്ട് എന്താണ് ചെയ്തിരുന്നവർ? ചീപ്പ് മെഷീൻ മെയ്ഡ് ഗുഡ്സ് മാനുഫാക്ചേർഡ് ഇൻ ദ ഫാക്ടറി. അപ്പോൾ എവിടെയൊക്കെയാണോ ഇവരുടെ കോളനികളുള്ളത് അവിടേക്കെല്ലാം ഇവരുടെ വ്യവസായശാലകൾ, ഫാക്ടറികൾ ഉണ്ടാക്കിയിട്ട് അവിടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും ഇന്ത്യൻ പോർട്ടിലൂടെയൊക്കെ കയറ്റുമതി ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ ചീപ്പ് റോ മെറ്റീരിയൽസ് ഫ്രം ഇന്ത്യ വുഡ് ബി എക്സ്പോർട്ടഡ് ടു ദ ഫോറിൻ കൺട്രീസ് ആൻഡ് ചീപ്പ് മെഷീൻ മെയ്ഡ് ഗുഡ്സ്, അതായത് മെഷീൻ ഉണ്ടാക്കുമ്പോൾ അധികം ചിലവ് വരുന്നില്ല. മെഷീൻ ഒരു കൈത്തറി വസ്ത്രം ഉണ്ടാക്കണമെങ്കിൽ അയാളുടെ ഒരു 2 ആഴ്ചത്തെ പ്രയത്നം ആയിരിക്കും അത്. മെഷീൻ ആണെങ്കിൽ ആ മെഷീൻ്റെ പ്രവർത്തനത്തിലൂടെ ഒരു ദിവസം തന്നെ അങ്ങനെ 10-20 വസ്ത്രങ്ങൾ, അതിൽ കൂടുതൽ വസ്ത്രങ്ങൾ നെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനധികം വില ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ വിലക്കുറവിൽ ഉള്ള സാധനം വാങ്ങിക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. അപ്പോൾ മദ്രാസ്, കൽക്കട്ട എന്നിവയൊക്കെയാണ് തുറമുഖങ്ങൾ. ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ തുറമുഖം ഉള്ള പ്രദേശങ്ങൾ അവയെല്ലാം സിറ്റിയായിട്ട് ഉയർന്നു വന്നു. അങ്ങനെ നഗരങ്ങളുണ്ടായി. ഗ്രാമപ്രദേശം പോലെ കിടന്നിരുന്ന സ്ഥലങ്ങളൊക്കെ നഗരങ്ങളായി മാറി. അങ്ങനെ വന്നപ്പോഴെന്താ സംഭവിച്ചത്? നമ്മുടെ ഇവിടെ നഗരങ്ങളായിരുന്ന സ്ഥലങ്ങളായിരുന്നു സൂററ്റ്, മസൂലിപട്ടണം ഒക്കെ. അവിടെയൊക്കെയാണ് കൈത്തറി വ്യവസായവും പാത്രനിർമ്മാണം അങ്ങനെയുള്ള ഒരുപാട് വ്യവസായങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അവരെല്ലാം അത് ഉപേക്ഷിച്ചിട്ട്, കാരണം ആരും വാങ്ങാനില്ല, അവരത് വെച്ചിട്ട് അവിടെ ഇരുന്നാലും ഒരാളും വാങ്ങിക്കാൻ വരുന്നില്ല. അപ്പം അതുകൊണ്ട് അതെല്ലാം അടച്ചുപൂട്ടി അവരവരുടെ ഗ്രാമങ്ങളിലേക്ക് പോയി കൃഷി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വ്യവസായവൽക്കരണം ഇന്ത്യയിൽ വരുത്തിയ മാറ്റം എന്ന് പറഞ്ഞാൽ വ്യവസായം വിട്ടിട്ട് കൃഷിയിലോട്ട് പോവുകയാണ് ചെയ്തത്. ഇൻഡസ്ട്രിയലൈസേഷനാണ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഓൾഡ് സിറ്റീസ് സച്ച് ആസ് സൂററ്റ്, മസൂലിപട്ടണം ഡിക്ലൈൻ. The British industrialization led more Indian people to agriculture. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ വ്യവസായം അടച്ചു പൂട്ടിയിട്ട് അത്
കൃഷിയിലേക്ക് ആളുകൾ ഇറങ്ങിയാണ് ചെയ്തത്. ആസ് ദേ കുഡ് നോട്ട് കോമ്പീറ്റ് വിത്ത് മെക്കനൈസ്ഡ് ഇൻഡസ്ട്രി. അപ്പോൾ മെഷീൻ കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നവുമായി പിടിച്ച് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ ഗ്രാമങ്ങളിലേക്ക് പോയി കൃഷി ചെയ്തു. അപ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് വില്ലേജ് ആർട്ടിസൻസ്, കരകൗശല വിദഗ്ധരെ, ഗേവ് അപ്പ് ദെയർ ഹെറിഡിറ്ററി ക്രാഫ്റ്റ്, അവർ പരമ്പരാഗത അവരുടെ തൊഴിൽ ഉപേക്ഷിച്ചിട്ട് അവർ കൃഷിയിലേക്ക് തിരിഞ്ഞു. ഇതിനെയാണ് നമ്മൾ ഡീഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് എന്താ? ലെറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം വില്ലേജസ് ടു സിറ്റീസ്. അപ്പോൾ വില്ലേജിൽ നിന്ന് സിറ്റിയിലേക്ക് ആളുകൾ വ്യവസായവൽക്കരണം കൊണ്ട് നഗരത്തിലേക്ക് പോകുന്നു തൊഴിൽ തേടി. പക്ഷേ ഇന്ത്യയിൽ എന്താ സംഭവിച്ചത്? വ്യവസായവൽക്കരണം വന്നപ്പോൾ കൂടുതൽ ആളുകളും ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിലെ അവസ്ഥയായിട്ട് പറയണത്. അപ്പോൾ ഇൻഡസ്ട്രിയലൈസ് മെയ്ഡ് പീപ്പിൾ മൂവ് ടു അഗ്രികൾച്ചർ. ദിസ് ഈസ് നോൺ ആസ് ഡീഇൻഡസ്ട്രിയലൈസേഷൻ. അപ്പോൾ നഗരവൽക്കരണം ഇന്ത്യയിൽ ഉണ്ടായില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടായി. നമ്മൾ ബോംബെ, കൽക്കട്ട എന്നൊക്കെ സ്ഥലങ്ങളിൽ, പോർട്ട് വന്ന സ്ഥലങ്ങളിൽ അവിടെ വ്യവസായശാലകളിൽ ജോലി ചെയ്യുവാനൊക്കെ ആളുകൾ എത്തുകയും അവിടെ ഗ്രാമങ്ങളിൽ നിന്ന് കുറേ ആളുകൾ വരികയും അവിടെ ജോലി ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിന് ചുറ്റും കുറേ കടകളും ആളുകളും കച്ചവടക്കാരും ഒക്കെ വരാൻ തുടങ്ങിയതോടെ അതൊരു നഗരമായിട്ട് മാറി. അപ്പോൾ their industries, population increased and people from rural areas migrated to urban areas. അപ്പോൾ ഇത് ഇന്ത്യയിൽ ഡീഇൻഡസ്ട്രിയലൈസേഷനും സംഭവിച്ചിട്ടുണ്ട്, അർബനൈസേഷനും സംഭവിച്ചിട്ടുണ്ട്. They realized that the life in urban areas and factories was tougher. അവർക്ക് അറിയാമായിരുന്നു ലൈഫ്, അർബൻ ഏരിയയിലെ ലൈഫും ഫാക്ടറിയിലെ ജോലിയൊക്കെ വളരെ കഠിനമാണ്. എങ്കിലും അവരവിടെ എത്തിയിരുന്നു. നഗരങ്ങളിലെ സാമ്പത്തികമായ കാരണങ്ങൾ കൊണ്ടാണ്. എന്താണ് സാമൂഹിക കാരണം എന്ന് പറഞ്ഞാൽ അവിടെ അവരൊരു ബെറ്റർ പ്ലേസ്, ഓൾ കാസ്റ്റ് വേർ ദ സെയിം, അതാണ് അവർ വിചാരിച്ചത്. ഗ്രാമങ്ങളിലൊക്കെ അവർക്ക് കാസ്റ്റിൻ്റെ രീതിയിൽ മാറ്റി നിർത്തുകയും പൊതുകിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ അനുവാദമില്ല, നല്ല വസ്ത്രം ധരിക്കാനുള്ള അനുവാദമില്ല, അങ്ങനെയുള്ള ഒരുപാട് ഡിസ്ക്രിമിനേഷൻസ്, വേർതിരിവുകൾ അനുഭവിക്കേണ്ടി വരുന്നു. പക്ഷെ നഗരത്തിൽ അവരുടെ ജാതി തിരിച്ചറിയാത്തതുകൊണ്ട് അവർക്കതൊന്നും അവരുടെ സംസ്കാരം പിന്തുടരേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഓൾ കാസ്റ്റ് വേർ ദ സെയിം ഫെൽറ്റ് ദെയർ കൾച്ചർ വാസ് ഗെറ്റിംഗ് എൻകോഡഡ്. അപ്പോൾ അവരുടെ രീതിയും അവരുടെ ജീവിതം ഒത്തിരി ബെറ്റർ ആക്കാൻ വേണ്ടി അവർ നഗരങ്ങളിലേക്ക് പോന്നു. പക്ഷേ അവർക്ക് അവിടെ താമസിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് അവർ പല സ്ഥലങ്ങളിലും ചേരികളിലൊക്കെ താമസിക്കാൻ തുടങ്ങി. ഇനി ചീപ്പ് റോ മെറ്റീരിയൽസ് ഫ്രം ഇന്ത്യ കുഡ് ബി എക്സ്പോർട്ടഡ് ടു ഫോറിൻ കൺട്രീസ് ആൻഡ് ചീപ്പ് മെഷീൻ മെയ്ഡ് ഗുഡ്സ് മാനുഫാക്ചർഡ് ഇൻ ഫാക്ടറീസ് എബ്രോഡ് കുഡ് ബി കൺവീനിയൻ്റ്ലി ഇമ്പോർട്ടഡ് ഇൻ ഇന്ത്യൻ പോർട്ട്. അപ്പോൾ ഇന്ത്യൻ പോർട്ടുകൾ ഒരു കണ്ണികളായിട്ടൊക്കെ പ്രവർത്തിച്ചു. അപ്പോൾ ഇതാണ് നമ്മളുടെ കോളനി വാഴ്ച ഇന്ത്യയിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി പഠിക്കുക കേട്ടോ. അടുത്ത ഒരു ചോദ്യവുമായി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.